ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കും. മന്ത്രിമാർക്കും സൈനികോദ്യോഗസ്ഥർക്കും അധിക സുരക്ഷ ഏർപ്പെടുത്തി. വിവിധ രാജ്യങ്ങളിലെ വിമാന കമ്പനികൾ സർവീസ് നിർത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. ഇറാൻ ശക്തമായി ആക്രമിച്ചേക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് കഴിഞ്ഞ ദിവസം US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനോട് വ്യക്തമാക്കിയിരുന്നു. ഇറാനും ഹിസ്ബുല്ലയും സംയുക്തമായി ഒരേ സമയം ആക്രമണം നടത്തിയേക്കാമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനു പിന്നാലെ ഇസ്രായേൽ മന്ത്രിമാർക്കും ഉന്നത സൈനികോദ്യോഗസ്ഥർക്കും അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലെ വിമാന കമ്പനികൾ ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. സ്വിസ് എയർലൈൻ സർവീസ് നിർത്തുന്നതായി തിങ്കളാഴ്ച അറിയിച്ചു. ജർമ്മനിയിലെ ലുഫ്താൻസ ടെലവീവ്, ടെഹ്റാൻ, ബൈറൂട്ട്, അമ്മാൻ, ഇർബിൽ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസ് നിർത്തിയത് ഓഗസ്റ്റ് 21 വരെ നീട്ടി. ഹമാസ് മേധാവിയെ വധിച്ചതിന് പകരം ചോദിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതിനു പിന്നാലെ ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 40 രാജ്യങ്ങളിലേക്കുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന പൗരന്മാർക്ക് ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകി.